ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് വേലക്കാരിയുമായിട്ടുണ്ടായ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇത് തന്നെ നല്ല പച്ചക്ക് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ യൂട്യൂബ് അത് ഇടാൻ വിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് മെമ്പർഷിപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആക്കാതെ നിങ്ങൾക്ക് കാണുക. കണ്ടാൽ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും, ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല. അമ്മാതിരി കിടുക്കാച്ചി കഥയാണ് ഞാൻ അന്നിട്ടിട്ടുള്ളത്. പക്ഷെ യൂട്യൂബ് സമ്മതിച്ചില്ല. യൂട്യൂബ് എടുത്തത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ ആരാമോള് ഞാനത് മെമ്പർഷിപ്പിലോട്ട് ഇട്ടുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അപ്പോൾ മെമ്പർഷിപ്പിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു കാര്യമായ ചാൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പച്ചക്ക് പറയുന്നു, അത് എനിക്ക് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഞാനത് മെമ്പർഷിപ്പിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും ഡെയിലി വീഡിയോ വന്നിട്ടുണ്ടാവും. മെമ്പർഷിപ്പിൽ ഇല്ലാത്തവർക്കും മനസ്സിലാവും ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം കാണുക, മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അടിപൊളി കഥയാണ്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. തീർച്ചയായിട്ടും മെമ്പർഷിപ്പിൽ നിന്ന് കാണുക. അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ആദ്യം തന്നെ എൻ്റെ ഭാര്യയിൽ നിന്നും തുടങ്ങണം. എൻ്റെ ഭാര്യയ്ക്ക് എന്ന് പറയുന്നത് ഒരു ലവ് ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ കാര്യമായ ലവ് ആയിരുന്നു. അങ്ങനെ പുരക്കാരൊക്കെ പിടിച്ച് അവള് ഹിന്ദുവും പക്ഷെ അവന് മുസ്ലിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പയ്യന്റെ തലയിൽ അവളെ കെട്ടിവെച്ചു. ആ പയ്യനായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ, അതുപോലെയായിരുന്നു. ഞാൻ അവളെ തൊടാൻ നോക്കുമ്പോഴെല്ലാം അവൾ പറയും, നീ എന്നെ തൊട്ടു പോകരുത്, ഞാൻ ഒരിക്കലും നിന്റെ പെണ്ണല്ല, അത് വേറെ കാര്യം എന്ന് അവൻ എന്നോട് പറയും. അല്ല, അവൾ എന്നോട് പറയും. എനിക്കതൊന്നും പ്രശ്നമല്ല. അപ്പോൾ എൻ്റെ ഭാര്യയുടെ കാര്യം പറയാം. അവൾക്കാണെങ്കിൽ എന്നോട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ നിങ്ങൾക്കറിയാലോ. അവളുടെ വിചാരം എന്ന് പറയുന്നത് ഞാൻ കാരണമാണ് അവൾക്ക് അവളുടെ പയ്യനെ, അതായത് അവളെ സ്നേഹിച്ച് അവളുടെ പയ്യനെ കിട്ടാത്തത് എന്നാണ് അവളുടെ വിചാരം. ഞാൻ എന്തോ ചെയ്തതുപോലെ അവള് അതിനു വേണ്ടി, അതായത് നമ്മൾ തന്നെ ഒഴിഞ്ഞു പോവാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തു കൂട്ടി. അതായത് എൻ്റെ അമ്മയെ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. പക്ഷെ എനിക്ക് അവളെ വേണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം അവളെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹമൊക്കെ അങ്ങോട്ട് അതായത് മടുപ്പ് വന്നു. എന്താന്ന് വെച്ചാല് 2 കൊല്ലത്തിന് ശേഷം അവൾക്കൊരു കുട്ടി ഉണ്ടായി. ആരുടെ അല്ല, എൻ്റെ കുട്ടി തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ നിർബന്ധം മാത്രം, അതൊരു താല്പര്യം ഇല്ലാതെ ഉണ്ടായ ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വന്നു. പിന്നീട് എനിക്ക് അവളോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് എന്നോട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അവളോട് അങ്ങോട്ട് മടുപ്പും വെറുപ്പും ഒക്കെ തന്നെ തോന്നി. കാരണം എത്രയാണെന്ന് വെച്ചിട്ടാണ് ഒരാളുടെ പുറകെ ഇങ്ങനെ പോവാറ്. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് കഴിയാതായത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ അമ്മ കടത്തത്തിലായി. ബെഡിൽ നിന്നും എണീക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഞാനും ജോലിക്ക് പോകുന്നുണ്ട്, അവളും ജോലിക്ക് പോകുന്നുണ്ട്. കാരണം 2 പേരും ജോലിക്ക് പോയേ പറ്റും. അവള് എന്നോട് ഓരോ ആഗ്രഹവും പറയത്തില്ല. അവളുടെ എല്ലാ ആഗ്രഹവും അവള് ജോലിക്ക് പോയി അവള് നേടിയെടുക്കുന്നതാണ്. അതേപോലെ തന്നെ വീട്ടിലത്തെ എല്ലാ കാര്യവും, അതായത് കറണ്ട് ബില്ല് ഒക്കെ തന്നെ ഞാനാണ് നോക്കാറ്. അതുകൊണ്ട് എനിക്കും ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അമ്മ വീണപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി. അപ്പോഴായിരുന്നു എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത് വീട്ടിലൊരു ജോലിക്കാരിയെ വെക്കാൻ വേണ്ടി. അവളും പറഞ്ഞു, കാരണം എന്തായാലും അവൾക്ക് എന്തായാലും വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, എനിക്കാണെങ്കിൽ തീരെ നിൽക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ സുഹൃത്ത് പറഞ്ഞത് ഒരു വീട്ടിൽ ജോലിക്കാരിയുണ്ട്, അവളെ നമുക്ക് നിർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. പാറു എന്നായിരുന്നു ആ വീട്ടു ജോലിക്കാരുടെ പേര്. അങ്ങനെ അവസാനം ഒരു വീട്ടു ജോലിക്കാരിയെ വെച്ചു. അപ്പോൾ ശനിയാഴ്ച രാത്രി എനിക്ക് അവൻ ഫോൺ വിളിച്ച് പറഞ്ഞു, നാളെ അതായത് ഞായറാഴ്ച അവള് നിങ്ങളുടെ വീട് കാണാനും അമ്മയൊക്കെ ഒന്ന് പരിചയപ്പെടാനും വരുന്നുണ്ട്. എന്നിട്ട് അവള് തിങ്കളാഴ്ച ജോലിക്ക് ജോയിൻ ചെയ്യും. അതായത് ഞായറാഴ്ച അവളുടെ കെട്ടും എല്ലാം അവളെ വെക്കാൻ വേണ്ടിയിട്ട്, തിങ്കളാഴ്ച അവള് കൈയും വീശി വരാൻ വേണ്ടി ഞായറാഴ്ച അവളുടെ ഡ്രസ്സും സാധനങ്ങളും ഒക്കെ തന്നെ എടുത്തു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പൊതുവെ വീട്ടു ജോലിക്കാരി എന്ന് പറയുമ്പോൾ ഒരു വയസ്സായ കിളവി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. അതായത് വന്നത് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അതായത് 18 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഒട്ടും തടിയില്ലാതെ നല്ല മെലിഞ്ഞിട്ട് അത്യാവശ്യം ബാക്കും മുമ്പും മാത്രമുള്ള നല്ലൊരു ഉഗ്രം പെണ്ണ്. അവളുടെ മുടിയാണെങ്കിൽ അരയുടെ താഴെയായിരുന്നു. അമ്മാതിരി ലുക്കായിരുന്നു. നല്ല വെളുപ്പ്, പാലിന്റെ നിറമായിരുന്നു. ഇവളെ കണ്ട ഉടനെ തന്നെ എൻ്റെ കിളി അങ്ങോട്ട് പോയി. ഞാൻ അപ്പം തന്നെ അവനെ കോളാക്കി. ഞാൻ പറഞ്ഞു, ഇത്രയും ചെറുപ്പമുള്ള പെണ്ണോ, ഇവളെന്താണ് പണിക്ക് വരുന്നത്? അപ്പം അവൻ പറഞ്ഞു ഇവൾക്ക് ചെറുപ്പം മുതലേ കുറേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൈസ കിട്ടാൻ വേണ്ടി ഇവൾ എന്ത് ജോലിയും ചെയ്യാൻ, അതായത് അവൻ ഉദ്ദേശിച്ചത്
വീട്ടുജോലിയോ വാർപ്പ് പണിയെടുക്കുന്നിടത്ത് കല്ല് വരെ അവള് ചുമന്ന് കൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ കുറെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കുട്ടി എന്ന് പറയുന്നത് ക്യാഷിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കുട്ടിയാണ്. അപ്പോൾ അതെനിക്ക് നല്ലൊരു ചാൻസ് ആയിട്ടുമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാര്യയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഇപ്പം പച്ചക്ക് പറയാലോ, എനിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ല. കാരണം അവളുടെ കളിമൂലാണ്. ഒരു കുഞ്ഞായെങ്കിലും എനിക്ക് അവളോടും അവൾക്ക് എന്നോടും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. അപ്പോൾ എനിക്കും അറിയണമല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ഇത്. അതിനെ പറ്റിയൊരു പെൺകുട്ടിയാണ് ഇവള് എന്നെനിക്ക് തോന്നി. പക്ഷെ ഇവൾ ആളൊരു പാവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായി എന്തായാലും എനിക്ക് ഇവളെ കിട്ടുന്നുള്ളത്. പിന്നെ ഒരു കാര്യം നടന്നത്, എൻ്റെ ഭാര്യ ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്യാഷ് കൊടുക്കും. ഭയങ്കരത്തിൽ ഇവൾക്ക് വീട്ടിന് അരിയും ഒക്കെ തന്നെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം എനിക്കൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവളെങ്ങാനും ചേട്ടൻ്റെ ഭാര്യ എൻ്റെ പൊന്നു പോലെയാണ് നോക്കുന്നത്, അവളെ ചതിക്കാൻ എനിക്കാവില്ല എന്നൊക്കെ പറയോ എന്ന് വിചാരിച്ച് എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവളെ ഞാൻ വിചാരിച്ച പോലെയല്ല. അവൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ തന്നെ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയെ മാത്രമേ ഉണ്ടായിരുന്നില്ലോ. അവൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് അമ്മയെ നോക്കണം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പാറുവിനോട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേണം നിങ്ങളുടെ അമ്മയെ നോക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്കിന്ന് റെസ്റ്റാണ്, ഞാൻ അമ്മയെ നോക്കിക്കോളാം, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ അവള് 9 മണിക്ക് വീട്ടിൽ നിന്ന് പോയി. സാധാരണ ജോലിക്കാരി 10 മണിക്കായിരുന്നു വരാറുണ്ടായിരുന്നത്. അങ്ങനെ അവള് 10 മണിക്ക് അവള് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ വന്നത്? ഗൗരി നിനക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ഇന്ന് ജോലിക്ക് വരണ്ട, ഇന്ന് ഏട്ടനുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ ഞാനത് കണ്ടില്ല ഏട്ടാ, എന്നെ അവളെ ഏട്ടനാണ് വിളിക്കാറ്. അയ്യോ അത് ഞാൻ കണ്ടില്ല, ഞാൻ വാട്സപ്പ് എടുത്തില്ല, ഇന്നലെ ഇവിടെ നിന്ന് പോയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഉറങ്ങി. പിന്നെ ഇപ്പൊ 9 മണിക്ക് എണിച്ച് ഞാൻ ഒരുങ്ങി വന്നതാണ്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്നാ ഞാൻ പോട്ടെ. അപ്പൊ പറഞ്ഞു, ഏതായാലും വന്നതല്ലേ, ഇനി പോവണ്ട, ഇനി നീ തന്നെ അമ്മയെ നോക്കിക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ കിടക്കാൻ നേരം പിന്നെ എനിക്ക് തോന്നി, വീട്ടിൽ ഭാര്യയില്ല, അവളും ഞാനും അമ്മയും മാത്രം, എനിക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെയോ ഒരു ഇതുപോലെ. ഞാൻ അവളോട് ചോദിച്ചു, ഇങ്ങോട്ടാ, നിനക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യമുണ്ടോ? ഞാനൊരു 10,000 തരാം, ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ക്യാഷിന് നല്ല ആവശ്യമുണ്ട്, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ അവളോട് എൻ്റെ മനസ്സിൽ അടങ്ങി തീരാനാവാത്ത ആഗ്രഹം പറഞ്ഞു. അതായത് എൻ്റെ ഭാര്യ ഒട്ടും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ആ പണി നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഈ സാരി മാറ്റി വരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കിളി പോയി. ഒരു നോ പോലും പറയാതെ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ സാരി മാറ്റി വരുന്നു എന്ന്. അങ്ങനെ അവൾ മെക്സി എടുത്ത് എൻ്റെ അടുത്ത് വന്നു. എനിക്കാണെങ്കിൽ എന്ത് പറയണം, എൻ്റെ കിളിയെ അമ്മാതിരി പോയിരിക്കുകയാണ്. അങ്ങനെ അവളോട് ഞാൻ പറഞ്ഞു, നിനക്ക് ഞാൻ 10,000 തരാം, പക്ഷെ നിന്റെ മെടുക്ക് പോലെ ഞാൻ അതിൽ നിന്നും കൂട്ടിയും തരാം. അതായത് നീ എങ്ങനെയാണോ പണിയെടുക്കുന്നത് അതിനനുസരിച്ച് നിനക്ക് ഞാൻ എക്സ്ട്രാ തരാം. അങ്ങനെ അവളുടെ പണി കണ്ട് ഞാൻ കൊടുത്തത് 35,000 രൂപയാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോക്ക് എങ്ങനെ ഉണ്ടായിരിക്കും അന്നത്തെ ആ ഒരു ദിവസം. എനിക്ക് പറയാൻ വയ്യ മക്കളെ, യൂട്യൂബാണ് എന്നെ കൊന്നിട്ടുണ്ട് ഇവന്മാരൊക്കെ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. നിങ്ങളെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വെറുതെ അല്ല, 500 രൂപ പേ ചെയ്യണം. അപ്പം നിങ്ങൾ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അതിൽ വീഡിയോ കോൾ, വീഡിയോസ്, ഫോട്ടോസ്, ഗേൾസ് ചാറ്റിങ്, പിന്നെ ഇതുപോലുള്ള കഥകൾ പച്ചക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതിലൊരു സ്കാനർ ഇടും, അതിൽ 500 രൂപ പേ ചെയ്താൽ നിങ്ങൾ ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.